വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഇപ്പോൾ നിങ്ങൾ എബ്രോഡ് MBBS പോകാൻ നിൽക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ്, പോകാൻ പ്ലാൻ ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ എന്തൊക്കെ സാധനങ്ങളാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറന്നു പോകാതെ, ഒഴിവാക്കാതെ കൊണ്ടുപോകേണ്ടത്, അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു ചെക്ക് ലിസ്റ്റ് എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊണ്ടുപോകേണ്ടത്, അങ്ങനെ മെയിൻ ആയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ പുതുതായിട്ട് കയറുന്നവരാണെങ്കിൽ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ്, അതുപോലെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ഈ എബ്രോഡ് MBBS ആയിട്ട് റിലേറ്റ് ചെയ്ത് ഒരു സീരീസ് ആയിട്ട് തന്നെ വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഓൾറെഡി കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കാണാത്തവരാണെങ്കിൽ ഡെഫിനറ്റ്ലി കണ്ടു നോക്കുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ഞാനിവിടെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം പ്ലേലിസ്റ്റ്. അതുപോലെ എൻ്റെ ചാനലിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് കാണാനായിട്ട് പറ്റും. ഡിസ്ക്രിപ്ഷനിലും ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് നേരെ വെൽക്കം ടു എബ്രോഡ് MBBS സീരീസ് പാർട്ട് 6. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ ഇപ്പോൾ MBBS പഠിക്കാൻ വേറൊരു കൺട്രിയിലോട്ട് വരുന്ന ടൈമിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡെഫിനറ്റ്ലി ക്യാരി ചെയ്യണം. അതിപ്പോൾ ഡോക്യുമെൻറ്റ്സ്, മെഡിസിൻസ്, ക്ലോത്ത്സ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവരാനുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവരാനുണ്ട്. ഇപ്പോൾ ഇൻക്ലൂഡിങ് ഡോക്യുമെൻറ്റ്സ് ആയാലും മെഡിസിൻസ്, ഫുഡ്, അതുപോലെ ക്ലോത്ത്സ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചിലപ്പോൾ ലാസ്റ്റ് നിമിഷത്തെ ആ ഒരു റഷിനിടയിൽ പല കാര്യങ്ങളും നമുക്ക് വിട്ടുപോകാം. അപ്പോൾ അതാണ് ഞാൻ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇങ്ങനെല്ലാം ഓരോന്നും കാറ്റഗറി ഡിവൈഡ് ചെയ്ത് പറയുന്നുണ്ടായിരിക്കും. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഡോക്യുമെൻറ്റ്സ്, അതുപോലെ ഫൈനാൻഷ്യൽ എസെൻഷ്യൽസ്, അങ്ങനത്തെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഡോക്യുമെൻറ്റ്സ് ആയിട്ട് നമുക്ക് മെയിൻലി വേണ്ടത് നമ്മുടെ പാസ്പോർട്ട് വേണം, വിസ വേണം, അതുപോലെ നമ്മുടെ അഡ്മിഷൻ ലെറ്റേഴ്സ്, ഇപ്പോൾ നമ്മുടെ അക്കോമഡേഷൻ ഇൻവിറ്റേഷൻ ലെറ്റർ, അതുപോലെ ഇവിടുത്തെ മിനിസ്ട്രിയുടെ ലെറ്റേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്തൊക്കെയാണോ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുള്ളത്, നമ്മൾ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്, അങ്ങനത്തെ ഡോക്യുമെൻറ്റ്സ് എല്ലാം വേണം. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതൊക്കെ എടുത്ത് വെക്കുക. പിന്നെ 10th-ൻ്റെയും 12th-ൻ്റെയൊക്കെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നമ്മളെടുത്ത് എടുക്കേണ്ടെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ഏജൻസിക്കാർ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എടുക്കാൻ പറയുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അതും എടുക്കുക. അതെന്താണ് പറയുന്നത് അതനുസരിച്ചിട്ട് ചെയ്യാറുള്ളത്. ചിലപ്പം കൺട്രി മാറുമ്പോഴത്തേക്കും വ്യത്യാസം വരുമെന്ന് എനിക്ക് അറിയത്തില്ല. സോ ഞങ്ങളുടെ അടുത്ത് എടുക്കേണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഒറിജിനൽ ഒന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല, എല്ലാ നാട്ടിൽ വെച്ചിട്ടാണ് വന്നത്. പിന്നെ അതുപോലെ വേണമെങ്കിൽ 1-2 കോപ്പീസ് എടുത്ത് വേണമെങ്കിൽ കയ്യിൽ വെച്ചേക്കാം. ഞാൻ കോപ്പീസാണ് എടുത്തിട്ടുള്ളത്, ഒറിജിനൽ എടുത്തിട്ടില്ല. അപ്പോൾ 10th-നും 12th-ലേക്ക് ജസ്റ്റ് കോപ്പി വെറുതെ ആവശ്യമില്ലെങ്കിൽ കൂടി 1-2 ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് കോപ്പീസ് വേണമെങ്കിൽ എടുത്ത് വെക്കാം. പിന്നെ നിങ്ങൾക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് എടുത്ത് വേണമെങ്കിൽ കയ്യിൽ വെക്കാം കേട്ടോ. അപ്പോൾ ഞാനത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ടിൽ നൗ അതിൻ്റെ ഒരു ആവശ്യം വന്നിട്ടില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് വേണമെങ്കിൽ എടുത്ത് വെക്കാം. ഇവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. സോ ഒരു 10 ഫോട്ടോസ് ഉണ്ടെങ്കിലും നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് കയ്യിലെടുത്ത് വെക്കുന്നതിൽ തെറ്റില്ല. സോ നിങ്ങൾക്ക് അത് എടുത്ത് വെക്കാം. നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമ്മൾ പറഞ്ഞല്ലോ, വിസ, പാസ്പോർട്ട്, അതുപോലെ അഡ്മിഷൻ ലെറ്റേഴ്സ്, മിനിസ്ട്രിയുടെ പേപ്പേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നിങ്ങൾക്ക് കോപ്പീസ് 10th-നും 12th-നും അങ്ങനത്തെ കോപ്പീസ് എടുത്ത് വേണമെങ്കിൽ കയ്യിൽ വെക്കാം. പിന്നെ ഈ പറയുന്ന പോലെ പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് ആൻഡ് ഈ ഡോക്യുമെൻറ്റ്സിൻ്റെ എല്ലാത്തിൻ്റെയും തന്നെ സോഫ്റ്റ് കോപ്പി നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അത് നിർബന്ധമാണ്. ഇപ്പോൾ നമ്മൾ എവിടെ ആയാലും ഡോക്യുമെൻറ്റ്സ് നമുക്ക് ചോദിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് എടുത്ത് കാണിക്കാൻ സോഫ്റ്റ് കോപ്പീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ എല്ലാം നിങ്ങൾ ഫോണിൽ അപ്പോൾ എല്ലാം നിങ്ങൾ ഫോണിൽ ഡിജിറ്റലി സ്റ്റോർ ചെയ്തിട്ടുണ്ടാവണം. സോ സോഫ്റ്റ് കോപ്പീസ് എല്ലാത്തിൻ്റെയും കയ്യിൽ ഉണ്ടാവണം കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഇവിടുത്തെ എക്സ്പെൻസ് ഒക്കെ വന്ന ടൈമിൽ നിങ്ങൾക്ക് ഇപ്പോൾ റെൻറ്റ് കൊടുക്കാം. അങ്ങനത്തെ കാര്യങ്ങൾക്ക് കുറച്ച് എമൗണ്ട് ഓഫ് USDs നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഒരു 500 USD ആ റേഞ്ചിൽ, അല്ലെങ്കിൽ ഒരു 300, ഡിപ്പെൻഡ്സ് അപ്പോൺ ദി നിങ്ങളുടെ നീഡ് എത്രയാണോ അതനുസരിച്ചിട്ടുള്ള USD കയ്യിൽ ഉണ്ടാവണം. ലിക്വിഡ് ക്യാഷ് ആയിട്ട് തന്നെ കയ്യിൽ ഉണ്ടാവണം. പിന്നെ വരുന്നത് നമുക്കിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ക്യാഷൊക്കെ ഇടാനായിട്ട് നമുക്കിപ്പം ഇൻ്റർനാഷണൽ കാർഡ് അല്ലെങ്കിൽ ഫോറക്സ് കാർഡ്, നിങ്ങൾ ഏതാണോ യൂസ് ചെയ്യുന്നത് ആ കാർഡ് നിങ്ങൾ ക്യാരി ചെയ്യുക. ഇപ്പോൾ ഇൻ്റർനാഷണൽ കാർഡാണെങ്കിൽ അതെടുക്കുക, ഇപ്പോൾ ഫോറക്സ് കാർഡാണെങ്കിൽ അതെടുക്കുക. ഞാൻ ഫോറക്സ് കാർഡാണ് യൂസ് ചെയ്യുന്നത്. സോ ഞാൻ അതാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. സോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഫോറക്സ് കാർഡ് ഏതാണോ കാർഡ് അത് ക്യാരി ചെയ്യാൻ മറക്കരുത്. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതൊക്കെ ഈ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു ഫോൾഡർ, ഒരു ഓർഗനൈസർ, ഒരു ഫോൾഡർ അതും കൂടെ ക്യാരി ചെയ്യാം കേട്ടോ. നമ്മൾ എന്തായാലും ഡെഫിനറ്റ്ലി ക്യാരി ചെയ്യുമല്ലോ. ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. ഇതൊക്കെ ക്യാരി ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അത്യാവശ്യം നന്നായിട്ട് നല്ല ഒരു ക്വാളിറ്റി ഉള്ള ഒരു ഫോൾഡർ അല്ലെങ്കിൽ ഒരു ഓർഗനൈസറും കൂടെ നിങ്ങൾ എടുക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കിവിടെ വന്നിട്ടായാലും ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ വെക്കാനുള്ളതാണ്. സോ ആ ഒരു ഫോൾഡറും കൂടെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്.
നമ്മൾ ഡോക്യുമെൻസിൻ്റെയും അതുപോലെ ഫൈനാൻഷ്യൽ എസെൻഷ്യൽസിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾമോസ്റ്റ് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ഇതിലോട്ട് പോകണമെങ്കിൽ നമ്മുടെ മെഡിസിൻസ്. അതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ ബേസിക് ആയിട്ടുള്ള എല്ലാ മെഡിസിൻസും എടുക്കുക. അപ്പോൾ പാരസെറ്റമോൾ ആയാലും ഡോള് ആയാലും ORS ആയാലും എല്ലാം എടുക്കുക. പിന്നെ നിങ്ങൾ നാട്ടിൽ വെച്ച് യൂസ് ചെയ്യുന്ന മെഡിസിൻസ് ഏതെങ്കിലും ഉണ്ട് റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും എടുക്കുക. അത് അത്യാവശ്യം ക്വാണ്ടിറ്റിയിലുള്ളത് തന്നെ എടുക്കുക കേട്ടോ. വെച്ചാൽ കുറച്ച് നാളത്തേക്ക് ഇതാക്കാൻ വേണ്ടിയിട്ട് യൂസ് ആക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ ഈ മെഡിസിൻസ് എടുക്കുക. ബാക്കിയുള്ള ബേസിക് ആയിട്ടുള്ള എല്ലാ മെഡിസിൻസും എടുക്കുക. വിത്ത് നമ്മളൊരു ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ കൂടി ഉണ്ടാവണം നമുക്കത് കൊണ്ടുവരാനായിട്ട്. സോ പ്രിസ്ക്രിപ്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിസ്ക്രിപ്ഷനോട് കൂടി തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ കാര്യം പറയുമ്പോഴത്തേക്കും അവർ നമുക്ക് എഴുതി തരും. സോ ആ പ്രിസ്ക്രിപ്ഷനും ഈ മെഡിസിനായിട്ട് തന്നെ എടുക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ കഴിക്കുന്ന മെഡിസിൻസ് ഏതൊക്കെയാണോ അതൊക്കെ കൃത്യമായിട്ട് നോക്കി കറക്റ്റ് എമൗണ്ടിൽ കുറച്ച് നാളത്തേക്ക് നിൽക്കുന്ന രീതിയിൽ എടുക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ പ്രിസ്ക്രിപ്ഷൻ എടുക്കാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എയർപോർട്ടിൽ ഫർദർ ഇഷ്യൂസും കാര്യങ്ങളും ഒന്നും വരാണ്ടിരിക്കാനാണ്. ഓരോ മെഡിസിൻ്റെയും ഇംഗ്ലീഷിലുള്ള പ്രിസ്ക്രിപ്ഷൻ എടുക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങൾ മെഡിസിൻ്റെ കൂടെ തന്നെ അത് ക്യാരി ചെയ്യുക. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ മെഡിസിൻസും കാര്യങ്ങളൊക്കെ എടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഹോട്ട് വാട്ടർ ബാഗ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതെടുക്കുക. അത് ആവശ്യം വരും, തണുപ്പൊക്കെ വരുമ്പോഴായാലും. സോ ഹോട്ട് വാട്ടർ ബാഗ് എടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ സ്പെക്സ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ സ്പെയർ ആയിട്ടൊരു സ്പെക്സ് എടുക്കാം. ലെൻസ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ സ്പെയർ ആയിട്ട് അതെടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഇപ്പോൾ ഐ ഡ്രോപ്സ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതൊക്കെ എടുക്കുക. നിങ്ങൾ എന്താണോ നാട്ടിൽ യൂസ് ചെയ്യുന്നത് അത് കുറച്ച് ക്വാണ്ടിറ്റിയിൽ തന്നെ എടുക്കാനായിട്ട് നോക്കട്ടെ. സോ നമ്മൾ നാട്ടിൽ യൂസ് ചെയ്യുന്ന മെഡിസിൻസ് അതേ സെയിം ബ്രാൻഡ് അതേ ഇതിൽ ചിലപ്പോൾ ഇവിടെ കിട്ടിയെന്ന് വരത്തില്ല. സോ ഫസ്റ്റ് കുറച്ച് നാളത്തേക്കെങ്കിലും നമ്മൾ നാട്ടിൽ യൂസ് ചെയ്യുന്നത് തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകേണ്ടത് അതായിരിക്കും ഏറ്റവും ബെറ്റർ. സോ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് എമൗണ്ടിൽ കുറച്ച് ക്വാണ്ടിറ്റിയിൽ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന മെഡിസിൻസ് എടുക്കുക. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഈ ഓയിൽമെൻറ്റ് യൂസ് ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ എന്തെങ്കിലും സ്കിൻ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ അതൊക്കെ അത്യാവശ്യം കൊണ്ടുവരാം. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ സ്കിൻ കെയറിന് നമ്മൾ എന്തൊക്കെയാണോ നാട്ടിൽ യൂസ് ചെയ്യുന്നത് അതൊക്കെ കൊണ്ടുവരാം. പിന്നെ ഇവിടെ തണുപ്പൊക്കെ വരുന്ന ടൈമിൽ കുറച്ച് സ്കിന്ന് ഡ്രൈ ആവാണ്ടിരിക്കാനായിട്ടൊക്കെ ഈ മോയ്സ്ചറൈസേഴ്സ്, കോൾഡ് ക്രീം അങ്ങനത്തെ ഐറ്റംസൊക്കെ കുറച്ച് കൂടുതൽ കൊണ്ടുവരാം കേട്ടോ. പിന്നെ എന്താ ചൂട് വരുമ്പോൾ നമുക്ക് ഓഫ് കോഴ്സ് സൺസ്ക്രീൻ വേണം, അത് കൊണ്ടുവരാം. എന്തൊക്കെയാണോ നിങ്ങൾ നാട്ടിൽ യൂസ് ചെയ്യുന്നത് സ്കിൻ കെയറും ഹെയർ കെയറും ബോഡി കെയറും ആയിട്ടൊക്കെ അതൊക്കെ നിങ്ങൾ കൊണ്ടുവരാം. ഫേസ് വാഷ്, ക്ലെൻസർ, മോയ്സ്ചറൈസർ, കോൾഡ് ക്രീം, പിന്നെ എന്താ സൺസ്ക്രീൻ, പിന്നെ എന്താ ഷാംപൂ, കണ്ടീഷണർ എന്തൊക്കെയാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് എന്തൊക്കെയാണോ അതെല്ലാം തന്നെ കൊണ്ടുവരാൻ നോക്കുക കേട്ടോ. പിന്നെ നമുക്ക് ലിപ് ബാം അതൊക്കെ വളരെ ആവശ്യമാണ്. സോ ലിപ് ബാമും അങ്ങനത്തെ ഐറ്റംസൊക്കെ കൊണ്ടുവരാം നിങ്ങൾക്ക്. പിന്നെ നിങ്ങൾ മേക്കപ്പ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണോ യൂസ് ചെയ്യുന്നത് അതും കൊണ്ടുവരാം. സോ സ്കിൻ കെയർ, മേക്കപ്പ്, ബോഡി കെയർ അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ ഇതനുസരിച്ചിട്ട് കൊണ്ടുവരേണ്ട ഐറ്റംസാണ്. അത് സംഭവം ലൈക്ക് ഓരോരുത്തരുടെ നീഡ് അനുസരിച്ചിട്ട് അതിൻ്റെ റിക്വയർമെൻറ്റ്സ് മാറും. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നതായിരിക്കത്തില്ല വേറൊരാളുടെ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത്. സോ നിങ്ങളുടെ എന്താണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അത് കൊണ്ടുവരാം. സോ ഇനി അടുത്ത് നമുക്ക് കമ്മിങ് ടു ദി ക്ലോത്ത്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വിൻ്ററും സമ്മറും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ വിൻ്റർ ക്ലോത്ത്സും കൊണ്ടുവരണം, സമ്മർ ക്ലോത്ത്സും കൊണ്ടുവരണം. നമുക്ക് വിൻ്ററിലെ ക്ലോത്ത്സ് സമ്മറിൽ ഇടാൻ പറ്റത്തില്ല, ഓഫ് കോഴ്സ് ഭയങ്കര ചൂടായിരിക്കും. അപ്പോൾ കുറച്ച് സമ്മർ ക്ലോത്ത്സും കാര്യങ്ങളൊക്കെ എടുക്കുക. ദെൻ അതുപോലെ വിൻ്റർ ക്ലോത്ത്സും എടുക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ജാക്കറ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം എങ്ങാനും നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാൽ മതി. ബാക്കി നമുക്ക് ഓഫർ വരുമ്പോൾ ഇവിടുത്തെ തണുപ്പിനനുസരിച്ചിട്ട് ഇവിടെ നിന്ന് വാങ്ങുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. സോ ഇവിടെ തണുപ്പ് വിൻ്ററൊക്കെ വരുമ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല രീതിക്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരും. സോ ഇവിടെ നിന്ന് വാങ്ങിക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാൽ മതി. പിന്നെ വിൻ്റർ ക്ലോത്ത്സ് അത്യാവശ്യം നിങ്ങൾ ഇതിന് എമൗണ്ടിൽ എടുക്കുക, ജീൻസും കാര്യങ്ങളൊക്കെ എടുക്കുക. പിന്നെ ഷൂസ് നിങ്ങൾക്ക് എത്ര പെയറാണോ നിങ്ങൾക്ക് വേണ്ടത് മിനിമം ഒരു 2 പെയറെങ്കിലും എടുക്കുക. സോ ബാക്കിയുള്ള സംഭവങ്ങൾ ഷൂസ് ആയാലും സോക്സ് ആയാലും തെർമൽസ് ആയാലും ഗ്ലൗസ് ആയാലും അതൊക്കെ നിങ്ങളുടെ റിക്വയർമെൻ്റ് അനുസരിച്ചിട്ട് കൊണ്ടുവരാം. നമുക്ക് ഇവിടെ വന്നാലും അതൊക്കെ വാങ്ങാൻ പറ്റുന്നതാണ്. ഷൂസ് നമ്മൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഷൂസ് അപ്പോൾ മിനിമം ഒരു പേരെങ്കിലും കൊണ്ടുവരാം, ബാക്കി നമുക്ക് ഇവിടെ വന്നിട്ട് വേണമെങ്കിൽ വാങ്ങിക്കാം. സാൻഡിൽസ് കൊണ്ടുവരാം, ജസ്റ്റ് റൂമിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ടൊരു സാൻഡിൽസ് വേണം. പിന്നെ സോക്സ് അങ്ങനത്തെ ഐറ്റംസൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുക. പിന്നെ ഷൂസ് ആയാലും ഇവിടെ നിന്ന് അത്യാവശ്യം റേറ്റ് കുറവിന് നമുക്ക് കിട്ടും. ഒരു 15 ജെല്ലൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഷൂസൊക്കെ ഇവിടെ നിന്നും കിട്ടും. സോ നിങ്ങളുടെ ലഗേജിൻ്റെ ആ ഒരു അലവൻസ് അനുസരിച്ച് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നാട്ടിൽ നിന്ന് കൊണ്ടുവരാം. അല്ലെങ്കിൽ ഇവിടെ നിന്നായാലും നമുക്ക് ഷൂസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്നൊക്കെ വാങ്ങാൻ പറ്റുള്ളൂ. അത്യാവശ്യം നല്ല രീതിക്ക് റേറ്റ് കുറവാണ്. ഇനി ഡ്രസ്സിൻ്റെ കാര്യം വരുമ്പോൾ നിങ്ങൾക്ക് ട്രഡീഷണൽ ഡ്രസ്സും കൂടെയൊക്കെ എടുക്കാം. എല്ലാവരും നമ്മൾ ഇവിടെ ഇടുന്ന ടൈപ്പ് ലൈക്ക് ഇപ്പോൾ വിൻ്റർ ക്ലോത്ത്സ് അല്ലെങ്കിൽ അങ്ങനത്തെ
വെസ്റ്റേൺ ക്ലോത്ത്സിന് പകരം നിങ്ങൾക്ക് ട്രഡീഷണലും കൂടെ എടുക്കാം. അതിപ്പോൾ നമുക്കിവിടെ ഫംഗ്ഷൻസ് കാര്യങ്ങളൊക്കെ വരുമല്ലോ, ട്രഡീഷണൽ ഫംഗ്ഷൻസ്. ഇപ്പോൾ പിന്നെ നമുക്കിവിടെ ഓണമുണ്ട്, അതുപോലെ ഈദ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തതിനൊക്കെ നമുക്കിടാൻ കുറച്ച് പാർട്ടി വെയേഴ്സും കാര്യങ്ങളും ട്രഡീഷണൽ ഡ്രസ്സും പാർട്ടി വെയേഴ്സും ഒക്കെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് മാക്സിമം കൊണ്ടുവരാൻ നോക്കുക. അതുപോലെ നിങ്ങൾക്ക് അതിനായിട്ടുള്ള എക്സസറീസും കാര്യങ്ങളും ഒക്കെ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ട്രഡീഷണൽ ഡ്രസ്സ് കുറഞ്ഞത് ഒരെണ്ണമെങ്കിലും നിങ്ങൾ ഒരു പേരെങ്കിലും എടുത്ത് കയ്യിൽ വെക്കുക. നമുക്കിവിടെ എന്തെങ്കിലും ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ ഡെഫിനറ്റ്ലി വരും, പ്രോഗ്രാംസ് വരും. സോ അപ്പോൾ അതിനൊക്കെ ഇടാനായിട്ട് ട്രഡീഷണൽ ഡ്രസ്സും കൂടെ എടുത്ത് വെക്കുക. ഈ ഡ്രസ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രസ്സ് ഇവിടെ നിന്ന് അത്യാവശ്യം നല്ല വിലക്കുറവിന് നമുക്ക് അഫോർഡബിൾ ആയിട്ട് വാങ്ങിക്കാനായിട്ട് പറ്റും. ഡ്രസ്സായാലും ഷൂസായാലും. ഷൂസൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ഒരു 15 ജെല്ലിനൊക്കെ കിട്ടും. ഓഫർ വരുവാണെങ്കിൽ 10 ജെല്ലിന് കിട്ടും. സോ ഷൂസൊക്കെ ഇവിടെ അത്യാവശ്യം നല്ല ഷൂസ് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് തന്നെ കിട്ടും. അതുപോലെ ഡ്രസ്സായാലും ഇവിടെ അത്യാവശ്യം റേറ്റ്, ആ ഒരു റേറ്റിന് നമുക്ക് കിട്ടും. അപ്പം നിങ്ങൾ എന്താ പറയുക, കൊണ്ടുവരാൻ പറ്റുന്നത് മാക്സിമം കൊണ്ടുവരാം. നിങ്ങളുടെ ലഗേജിൻ്റെ അലവൻസ് ഒക്കെ നോക്കിയിട്ട് കൊണ്ടുവരാൻ പറ്റുന്നത് മാക്സിമം കൊണ്ടുവരാം. അല്ലെങ്കിൽ കൂടി നമുക്ക് ഇപ്പോൾ കൊണ്ടുവരാൻ പറ്റില്ലെങ്കിൽ കൂടി നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റുന്നതേ ഉള്ളൂ. ആ ഒരു റേറ്റ് ഇപ്പം ഞാൻ പറയില്ലേ, ഇപ്പോൾ ഷൂസിനൊക്കെ ഒരു 15 ജെൽ ആ ഒരു റേഞ്ചിനൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഡ്രസ്സായാലും നമുക്ക് ഇവിടെ നിന്ന് നല്ല ഓഫേഴ്സൊക്കെ വരാറുണ്ട്. സോ അതനുസരിച്ചിട്ട് നമുക്ക് വാങ്ങാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഇത് നമ്മളത് കൊടുത്താൽ മതി. പിന്നെ നിങ്ങളൊരു കുട എടുക്കുക, ഒരു അംബ്രല്ല നിങ്ങൾക്ക് ഇവിടെ നിന്ന് നമുക്ക് മേടിക്കാൻ കിട്ടും. ആ ഒരു റേറ്റ് ഞാൻ നോക്കിയ സമയത്ത് സെയിം നാട്ടിലത്തെ ഒരു റേറ്റ് തന്നെ എവിടെയും വരുന്നത്. പക്ഷെ നിങ്ങൾക്ക് കൊണ്ടുവരാം, നാട്ടിലത്തെ ആ ഒരു ഇതനുസരിച്ച് നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവരാം. ഒരു കുടയും കൂടെ എടുക്കാവുന്നതാണ്. പിന്നെ മെയിനായിട്ട് ഇനി നമ്മൾ പോകുന്നത് ഫുഡിൻ്റെ കാര്യത്തിലോട്ടാണ്. ഫുഡ് ആൻഡ് കിച്ചൺ എസെൻഷ്യൽസിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾ മെയിൻലി ഫോക്കസ് എടുക്കേണ്ടത് ഫുഡിനാട്ടോ. നിങ്ങൾ മസാല, നമ്മൾ നാട്ടിൽ യൂസ് ചെയ്യുന്ന മസാല പൗഡേഴ്സ്, ഈ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കറി മസാല, അങ്ങനത്തെ സാധനങ്ങൾ, പിന്നെ എന്തൊക്കെയാണോ നമുക്ക് നാട്ടിൽ നിന്ന് ഫുഡായിട്ട് കൊണ്ടുവരാൻ പറ്റുന്നത് അതൊക്കെ മാക്സിമം കൊണ്ടുവരാം. ഫുഡ് ഐറ്റംസ് കൂടുതൽ എടുക്കുക. പിന്നെ സ്നാക്ക് ഐറ്റംസ് ആയാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ എടുക്കുക. അതൊന്നും നമുക്കിവിടെ കിട്ടാത്തതാണ്. സോ കിട്ടാത്ത നമ്മൾ മാക്സിമം എടുക്കുക. പിന്നെ അങ്ങനത്തെ ഐറ്റംസ്, സ്നാക്സ്, ഇപ്പം പിക്കിൾസ്, അത്യാവശ്യം കുറച്ച് നൂഡിൽസും കാര്യങ്ങൾ, പിക്കിൾസ്, അങ്ങനത്തെ ഐറ്റംസൊക്കെ നിങ്ങൾ കൂടുതൽ എടുക്കുക. സ്നാക്സും ഈ മസാല പൗഡേഴ്സും. പിന്നെന്താ, പാത്രങ്ങൾ, പിന്നെ കുക്കർ നമുക്ക് ഇവിടെ കിട്ടും. ഇന്ത്യൻ സ്റ്റോറിൽ കുക്കർ കിട്ടും, പക്ഷെ അത്യാവശ്യം എക്സ്പെൻസീവ് ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കുക്കർ കൊണ്ടുവരാം. അതുപോലത്തെ എന്തെങ്കിലും ചെറിയ അത്യാവശ്യം കുക്ക് ചെയ്യാനുള്ള ഒരു പാനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവരാം കേട്ടോ. ചെറിയൊരു പാനോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ലഗേജ് അലവൻസ് നോക്കി വെയിറ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ അത്യാവശ്യം കുക്കിങ്ങിനുള്ള പാൻ, അതുപോലെ ചെറിയ സ്പൂണും കാര്യങ്ങളും അങ്ങനത്തെ ഐറ്റംസൊക്കെ നിങ്ങൾക്ക് കൊണ്ടുവരാം. ഈ കുക്കർ എടുക്കുക കേട്ടോ. കുക്കർ ഇമ്പോർട്ടൻസ് ആണ്. നമുക്കിവിടെ കിട്ടുമെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ സ്റ്റോറിലുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ റേറ്റ് നോക്കിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് റേറ്റിൻ്റെ കാര്യം എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല, പക്ഷെ കണ്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ അങ്ങനത്തെ പാത്രങ്ങളൊക്കെ കൊണ്ടുവരാം. പിന്നെ ഒരു പ്ലേറ്റ്, ഒരു കപ്പ്, അതൊക്കെ നമുക്ക് ബേസിക് ആയിട്ട് വേണ്ട സാധനങ്ങളാണ്. സ്പൂൺ, ഫോർക്ക്, അങ്ങനത്തെ ഐറ്റംസ്, പാത്രങ്ങളൊക്കെ അങ്ങനത്തെ ഇതൊക്കെ കൊണ്ടുവരാം. പിന്നെ നിങ്ങൾക്ക് നാട്ടിൽ എന്തൊക്കെയാണോ ഇഷ്ടം, സ്നാക്സ് ആയിട്ട് ബിസ്ക്കറ്റോ എന്തെങ്കിലുമൊക്കെ പർട്ടിക്കുലറായിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ അതൊക്കെ മാക്സിമം ക്യാരി ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ കണ്ടെയ്നേഴ്സൊക്കെ കുറച്ചൊക്കെ എടുക്കുക. അത്യാവശ്യം നമുക്ക് എല്ലാതും കൊണ്ടുവരാൻ പറ്റത്തില്ല. സോ കൊണ്ടുവരാൻ പറ്റുന്നതനുസരിച്ചുള്ള ചെറിയ ചെറിയ കണ്ടെയ്നേഴ്സ് കാര്യങ്ങളൊക്കെ എടുക്കാം. ഒരു വാട്ടർ ബോട്ടിൽ എടുക്കാം. പിന്നെ നേരത്തെ പറഞ്ഞ ഇന്ത്യൻ സ്പൈസസ് ഒക്കെ നല്ല രീതിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ എടുക്കുക. ഈ ഇന്ത്യൻ സ്പൈസസ് ഒക്കെ നമുക്ക് ഇന്ത്യൻ സ്റ്റോറിൽ കിട്ടും കേട്ടോ, പക്ഷെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. സോ അതൊക്കെ എടുക്കുക. ഫുഡ് ഐറ്റംസിന് മാക്സിമം ഫോക്കസ് കൊടുക്കാനും ഞാൻ പറയുള്ളൂ കേട്ടോ. അപ്പോൾ മാക്സിമം ഫുഡ് ഐറ്റംസിന് ഇത് കൊടുത്തിട്ട് നിങ്ങൾ എടുക്കുക. ഇനി കമ്മിങ് ടു ദി ഇലക്ട്രോണിക് ഐറ്റംസ്, നമുക്ക് ലാപ്ടോപ്പ്, നിങ്ങളുടെ ലാപ്ടോപ്പ് ആണെങ്കിൽ അതെടുക്കാം. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ടാബ്ലറ്റ് ആണ്, ഐപാഡാണ് യൂസ് ചെയ്യുന്നതാണെങ്കിൽ അതെടുക്കുക. അതിൻ്റെ ചാർജേഴ്സ് എടുക്കുക. മൊബൈൽ ഫോൺ, അതിൻ്റെ ചാർജേഴ്സ്, പവർ ബാങ്ക്, അങ്ങനെ ഏറ്റവും മെയിനായിട്ട് പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡാപ്റ്റർ കൊണ്ടുവരാം. യൂണിവേഴ്സൽ അഡാപ്റ്റർ തന്നെ കൊണ്ടുവരാൻ നോക്കുക കേട്ടോ. അപ്പോൾ എന്ന് വെച്ചാൽ നാട്ടിലത്തെ ആ ഒരു പ്ലഗ് ടൈപ്പ് അല്ല ഇവിടുത്തത്. സോ അത് നമ്മളെ ചാർജർ ഇവിടുത്തതിൽ കൊണ്ടുവന്നിട്ട് ഫിറ്റ് ചെയ്യാൻ നോക്കി അത് ഫിറ്റ് ആവത്തില്ല നമുക്ക്. സോ അതൊക്കെ ഭയങ്കര പെട്ടെന്ന് നമുക്ക് ചാർജ് ചെയ്യാൻ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ നിങ്ങൾ നാട്ടിൽ നിന്ന് ഒരു പ്ലഗ് ഒരു അഡാപ്റ്റർ കൊണ്ടുവരാം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. യൂണിവേഴ്സൽ അഡാപ്റ്റർ കേട്ടോ. സോ അത് കൊണ്ടുവരാം. അപ്പോൾ എന്നാലും നമുക്ക് ഇവിടുത്തെ ആ ഒരു പ്ലഗിൽ നമുക്ക് കൊടുത്തിട്ട് അത് ഫിറ്റ് ആവത്തുള്ളൂ. നമുക്ക് ഫോൺ ആയാലും എന്തായാലും നമുക്ക് ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അഡാപ്റ്റർ വേണം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഞാൻ നിങ്ങൾക്ക് അഡാപ്റ്റർ ഒന്ന് കാണിച്ചു തരാം. ഇതാട്ടോ അഡാപ്റ്റർ. ഈ ടൈപ്പാണ് യൂണിവേഴ്സൽ അഡാപ്റ്റർ. നമ്മളിതിങ്ങനെ പ്ലഗ് ചെയ്തിട്ടാണ്, ഇതിലാണ് നമ്മൾ ചാർജിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സോ ഇതുപോലത്തെ വരുന്ന ഒരെണ്ണം നിങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനത്തേതാണ് നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റുക കേട്ടോ. സോ ഇതിപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നതാണ്. ഞാനിത് ഇവിടെ വന്നിട്ട് മേടിച്ചതാട്ടോ. അപ്പോൾ
നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടായാലും വാങ്ങിക്കാം, പക്ഷെ നാട്ടിൽ നിന്ന് കൊണ്ടുവരാണെങ്കിൽ കൊണ്ടുവരാം. അപ്പോൾ ഇതാണ് അഡാപ്റ്റർ. ഇങ്ങനത്തെ ഇത് വരുന്നത് നിങ്ങൾ ഒരെണ്ണം എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ നാട്ടിൽ വെച്ച് ഹെയർ ഓയിലൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ നിങ്ങൾക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അത് കൊണ്ടുവരാം. നമുക്കിവിടെ ഇന്ത്യൻ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ പാരച്യൂട്ടിൻ്റെ ഓയിലൊക്കെ നമുക്ക് കിട്ടും. അതല്ലാതെ ഇപ്പോൾ നിങ്ങൾ പർട്ടിക്കുലർ ഏതെങ്കിലും ഓയിൽ ഇപ്പോൾ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കാം. പിന്നെ ഡിറ്റർജൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാഷ് ചെയ്യാനായിട്ട് ഡിറ്റർജൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ അത് എടുക്കാം. പിന്നെന്താ അങ്ങനത്തെ ഐറ്റംസൊക്കെ നിങ്ങൾക്ക് എടുക്കാം. പിന്നെ അല്ലാണ്ട് വരികയാണെങ്കിൽ ഇപ്പോൾ ഒരു ബെഡ്ഷീറ്റ് കൊണ്ടുവരാം, വേണമെങ്കിൽ ഒരു ബ്ലാങ്കറ്റ് കൊണ്ടുവരാം, അങ്ങനത്തെ ഐറ്റംസ് കൊണ്ടുവരാം. ഞാൻ ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റും പില്ലോയും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് അതൊക്കെ ഒരു ഇതാണ്. നമ്മൾ ചെല്ലുന്നിടത്ത് അതില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സോ അതൊക്കെ എടുക്കുന്നത് ബെറ്റർ ആയിരിക്കും. ഒരു ബെഡ്ഷീറ്റോ ബ്ലാങ്കറ്റോ വേണമെങ്കിൽ ഒരു പില്ലോയും കൂടെ എടുക്കാം. പൊതുവെ എല്ലായിടത്തും ഉണ്ടാവും, പക്ഷെ വേണമെങ്കിൽ എടുക്കുന്നത് ബെറ്റർ ആയിരിക്കും. സോ നിങ്ങൾക്ക് പാക്ക് ചെയ്യുന്ന ടൈമിൽ ഈ വലിയ വിൻ്റർ ക്ലോത്ത്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സ്പേസ് സേവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വാക്വം ബാഗ്സ് യൂസ് ചെയ്യാം കേട്ടോ. ഞാനത് മേടിച്ചിട്ടുണ്ടായിരുന്നു, ഞാനത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിക്ക് യൂസ്ഫുൾ ആണ്. നമുക്കൊരു വാക്വം ബാഗ് കിട്ടും, കൂടെ ഒരു പമ്പും കിട്ടും. സോ അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് നമ്മുടെ ക്ലോത്ത്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സീൽ ചെയ്ത് സോ ആ ഒരു വോൾവ് തുറന്ന് പമ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം സ്പേസ് സേവ് ചെയ്യാനായിട്ട് പറ്റും. സോ നിങ്ങൾക്ക് അത് വാങ്ങിക്കാം. ഈ വാക്വം ബാഗിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം കേട്ടോ, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വളരെ യൂസ്ഫുൾ ആണ്. നമുക്ക് ഞാൻ പറഞ്ഞില്ല, ആ ഒരു വോൾവ് തുറന്ന് പമ്പ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എയർ ഫുൾ അത് സക്ക് ചെയ്ത് കളയും. പിന്നെ വരുമ്പോൾ നമുക്കത് ഫുള്ള് കംപ്രസ്ഡ് ആയിട്ട് മാക്സിമം സ്പേസ് നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. മാക്സിമം സ്പേസ് നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. സോ നിങ്ങൾക്ക് അങ്ങനത്തെ വാക്വം ബാഗ്സ് ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻലി വരുന്നത്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ബുക്സും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതി പഠിക്കാൻ ശീലമുള്ളവരാണെങ്കിൽ വേണമെങ്കിൽ കുറച്ച് ബുക്സും പെൻസും ഒക്കെ വേണമെങ്കിൽ കുറച്ച് അത്യാവശ്യം എടുത്ത് കയ്യിൽ വെച്ചേക്കാം. ഒരു 1-2 അത്ര മതി, ഒരുപാട് ക്വാണ്ടിറ്റിയിലുള്ളതൊന്നും വേണ്ട. അപ്പോൾ അങ്ങനെ കുറച്ച് ആവശ്യമുള്ളതൊക്കെ നിങ്ങൾക്ക് എടുക്കാം. പിന്നെ ബാക്കി നിങ്ങളുടെ റിക്വയർമെൻ്റ് ആയിട്ടിരിക്കും. ബേസിക് ആയിട്ട് വേണ്ടതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഐറ്റംസ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.